சகடம் உதைத்தாய் புகழ் போற்றி, கன்று குனிலாய் எரிந்தாய் கழல் போற்றி, குன்று குடையாய் எடுத்தாய் குணம் போற்றி, வென்று பகைகெடுக்கும் நின் கையில் வேல் போற்றி, என்றென்றும் சேவகமே ஏத்தி பறைகொள்வான், இன்று யாம் வந்தோம் இறங்கேலோர் அன்பாவாய். கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ண ஹரே ஹரே. हर हर शंकर हर हर शंकर हर हर शंकर हर हर शंकर जय जय शंकर हर हर शंकर जय जय शंकर हर हर शंकर जय जय शंकर. कालടി ശങ്കര കേദാർ ശങ്കര കാലടി ശങ്കര കേദാർ ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. ജയ ഗുരു ശങ്കരാചാര്യ മഹാരാജ് കി ജയ്. ദേവഗുരു ശങ്കരാചാര്യ സ്വാമി തൃപ്പാദങ്ങൾ പാദവാംസുക്കളാൽ പാലിനെ പവിത്രമാക്കാൻ പോകുന്നതായ പുണ്യപുണ്യമാണ്. എട്ടാമത്തെ വയസ്സിൽ സർവസംഘ പരിത്യാഗിയെ സന്യസിച്ച് നർമ്മദാ നദിക്കരയിലുള്ളതായി ഓങ്കാരാശ്രമത്തിൽ ഒരു ഗുഹയ്ക്കകത്ത് തപസ്യയായി കഴിയുന്നതായി ഗോവിന്ദാചാര്യ കാൽ കീഴിലിരുന്ന് 8 വർഷം കൊണ്ട് പഠിക്കാനുള്ള ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് എഴുതാനുള്ള പ്രകടനങ്ങളെല്ലാം എഴുതി. പിന്നീടുള്ള 16 വർഷം കൊണ്ട് കാൽനടയായി ഭാരതം മുഴുവൻ അഖണ്ഡ ഭാരതത്തിൻ്റെ ആസേത് ഹിമാചലം സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലുള്ളതായ മഹാക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിച്ച് നേപ്പാള ദേശത്തിലെ കുലദേവതയായിരിക്കുന്നതായി പശുപതിനാഥ് ക്ഷേത്രത്തിൽ ചെന്ന് കർണാടകത്തിലെ ലിംഗായത്തി വിഭാഗത്തിൽപ്പെട്ടതായ ഒരാൾ വേണം പൂജ കഴിക്കാൻ എന്ന് നിശ്ചയിച്ച് ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗമായിരിക്കുന്ന പരമകേദാരമായിരിക്കുന്നതായ കേദാർനാഥിൽ ചെന്ന് അവിടെ കർണാടകത്തിലെ ഒരാൾ വേണം പൂജ കഴിക്കാൻ നിശ്ചയിച്ച് ബദരീധാമത്തിലെ ഭഗവാൻ ഗച്ചോദ്ധവ ബദരിയാഖ്യം മമാശ്രമം, എൻ്റെ ആശ്രമമാണ് ബദരി എന്ന് പ്രത്യേകം അനുഗ്രഹിച്ച് ഉദ്ധവരെ അയച്ചതായിരിക്കുന്നതായ ബദരിയാശ്രമത്തിൽ ചെന്ന് കേരളത്തിലെ ഒരാൾ വേണം പൂജ കഴിക്കാൻ നിശ്ചയിച്ച് മോക്ഷസ്ഥാനം എന്ന് പറയപ്പെടുന്നതായ കാശിപുരിയിൽ ചെന്ന് രാമേശ്വരത്തെ ശാസ്ത്രികൾ വേണം പൂജ കഴിക്കാൻ നിശ്ചയിച്ച് രാമേശ്വരത്ത് വന്ന് കാശിയിലെ പണ്ഡിറ്റ് വേണം പൂജ കഴിക്കാൻ നിശ്ചയിച്ച് ഇന്നത്തെ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ അന്ന് തന്നെ ആചാര്യസഭകൾ നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞെല്ലാം ചെയ്തു വെച്ചു. ഛിന്ന ഭിന്നമായി കിടക്കുന്നതായ സന്യാസ പരമ്പരകളെല്ലാം കോർത്തിണക്കി ദശനാമി സന്യാസ സമ്പ്രദായത്തെ രൂപീകരിച്ച് ഭാരതത്തിൻ്റെ 4 കോണുകളിലായി 4 മഠങ്ങൾ സ്ഥാപിച്ച് ശിഷ്യപ്രശിഷ്യ പരമ്പര വഴിയായിട്ട് വേണം ഈ സനാതന ധർമ്മം പാലിൽ പുലരാൻ എന്നുള്ളതായ സങ്കല്പത്തോടു കൂടിയിട്ട് 4 മഹാവാക്യങ്ങളെ ഉപദേശിച്ച് ഇത്രമാത്രം സനാതന ധർമ്മത്തിൻ്റെ സന്ദേശവാഹനായി സമുദ്ധാരകനായിരിക്കുന്നതായ ഒരു മഹാത്മാവ് വേറെ ഉണ്ടായിട്ടില്ല. വേദമാതാവായ ഗായത്രിക്ക് എന്തുമാത്രം വിശുദ്ധിയും വിശാലതയും ഉണ്ടോ അതുപോലെ പവിത്രകരമായിരിക്കുന്നതായ ഒരു നാമമാണ് ഗുരു ശ്രീ ശങ്കരാചാര്യർ എന്നുള്ളത്. ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ കെടാവിളക്കായിക്കൊണ്ട് നേർവഴിക്ക് നയിക്കാൻ പോകുന്നതായ ദീപസ്തംഭമായിക്കൊണ്ട് ഈ സനാതന ധർമ്മത്തെ ലോകം കണ്ടറിഞ്ഞ് ആദരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു വിഭാഗീയതയുമില്ലാതെ ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് സർവത്തെയും ആശ്ലേഷിക്കാൻ പോകുന്നതായ വിശാലമായ വീക്ഷണഗതിയെ ലോകം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമി തൃപ്പാദങ്ങളുടെ അവതാരം കൊണ്ടാണ്. ആചാര്യസ്വാമികളുടെ പാത പിന്തുടർന്നാൽ മതി, നമ്മളൊരിക്കലും ഭാരതം നശിക്കില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ അരുളി ചെയ്തതും പരമാർത്ഥമാണ്. ഗൃഹേ ആചാര്യ ദർശനം എന്നുള്ളതായ ആ മഹത്തായിരിക്കുന്നതായ പദ്ധതി നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ സമുദ്ധാരണത്തിൻ്റെ സന്ദേശവാഹകന്മാരെ പ്രവർത്തിക്കാൻ പോകുന്നതായ സജ്ജനങ്ങളുടെ ഏറ്റവും മഹത്തായിരിക്കുന്നതായ സേവയാണ്. പരമ്പരയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണ നാരായണ.